യെസ് മക്കളെ, വെൽക്കം ബാക്ക് ടു ജൂപോഡിയസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്ന, പേടി ഉണ്ടാവുന്ന ഒരു ടൈം ആയിരിക്കില്ലേ. ഇവിടെ ഒന്നും പേടിക്കണ്ട. ഒരു സൂപ്പർമാൻ വന്നിട്ടുണ്ടല്ലേ, ഈ സൂപ്പർമാൻ വരും മക്കളെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. യെസ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, അടിച്ച് പൊളിക്കും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും കയറാൻ പോവാണ്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പെട്ടെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഒരുപാടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. എ കോളത്തിൽ നിന്ന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം കണ്ടല്ലോ. എ കോളത്തിൽ നിന്ന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് തരംതിരിക്കാനാണ് ഉണ്ടാവുക. നോക്കിക്കേ, ഭൂരൂപരൂപീകരണ ശാസ്ത്രം, ജിയോമോർഫോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ജിയോമോർഫോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെ മൗണ്ടെയിൻസ് ഉണ്ട്, മൗണ്ടെയിൻസുമായിട്ടായിരിക്കും ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദെൻ അടുത്തത് കൾച്ചറൽ ജോഗ്രഫിയാണ്, സാംസ്കാരിക ഭൂമിശാസ്ത്രം. അത് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇല്ലേ. ട്രൈബ്സുമായിട്ടായിരിക്കും സാംസ്കാരിക ജോഗ്രഫി എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്തത് ക്ലൈമറ്റോളജിയാണ്. ക്ലൈമറ്റോളജി അന്തരീക്ഷവുമായിട്ടാണ് ക്ലൈമറ്റോളജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ശരിയല്ലേ, അന്തരീക്ഷവുമായിട്ട് ക്ലൈമറ്റോളജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. യെസ്, അടുത്തത് ജലശാസ്ത്രമാണ്. ജലശാസ്ത്രത്തിൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്താണുള്ളത്, സലിനിറ്റി. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, സമുദ്രജലത്തിന്റെ ഉപ്പിന്റെ അംശമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സലിനിറ്റി നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് എഴുതാം, സലിനിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. യെസ്, എന്താണ് അടുത്ത് നോക്കിക്കേ, താഴെത്തന്നിലുള്ള പദങ്ങൾ നിർവചിക്കുക, ഡിഫൈൻ ചെയ്യുക. ഹൈഡ്രോളജി എന്താണ് എഴുതുക, ക്ലൈമറ്റോളജി എന്താണ് എന്ന് എഴുതുക. 2 മാർക്കിന്റെ ചോദ്യം. ഓരോന്ന് എഴുതിയാൽ ഓരോ മാർക്ക് വീതം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എഴുതാം. ഏതാണ് ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പഠനമാണ് എന്തെന്ന് പറയുന്നത്, ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താ പഠിക്കുന്നത് നമ്മൾ? അന്തരീക്ഷത്തിന്റെ സ്ഥിതി, അന്തരീക്ഷത്തിലെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ ഭാഗങ്ങളും വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ പ്രദേശങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ക്ലൈമറ്റോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഹൈഡ്രോളജി നോക്കിക്കേ, എന്താണ്? സ്റ്റഡി ഓഫ് ദ വാട്ടർ ഓൺ ദ എർത്ത് സർഫസ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ജലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, ഇവിടുത്തെ ഒക്കെ വെള്ളം ആര് പഠിക്കും? ഈ പറഞ്ഞ ഹൈഡ്രോളജിയിൽ നമ്മൾ പഠിക്കും. ഭൂമിയിലെ സമ്പൂർണ്ണമായ ജലത്തെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് മക്കളെ ഹൈഡ്രോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈഡ്രോളജി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചുവടെ ചേർത്തിട്ടുള്ള ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഉപകരണം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഭൂകമ്പത്തിന്റെ തീവ്രത? ഇന്റൻസിറ്റി. ഈ ടേമർമണ്ടാണ് ഇന്റൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് റിക്ടർ സ്കെയിലാണോ, ഗ്രാഫിക്കൽ സ്കെയിലാണോ, മെഷറിംഗ് സ്കെയിലാണോ, മെർക്കല്ലി സ്കെയിലാണോ, ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോടീശ്വരം പരിപാടിയത്തെ പോലെ എന്ത് ചെയ്യാം, 50-50 ഈസി ആയിട്ട് 2 എണ്ണം കളയാൻ പറ്റും. അങ്ങനെ 2 എണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കളയാൻ പറ്റുക? ഗ്രാഫിക്കൽ സ്കെയിൽ ഇത് അല്ലല്ലോ. ദെൻ മെഷറിംഗ് സ്കെയിൽ ഇതും അല്ല. പിന്നുള്ളത് റിക്ടർ സ്കെയിലും മെർക്കല്ലി സ്കെയിലും ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ പഠിക്കാം. ഏതാണ്? മെർക്കല്ലി സ്കെയിലാണ് അതിന്റെ ആൻസർ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ് ദ സോഷ്യോ എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഓഫ് എർത്ത്ക്വേക്കിന്റെ സോഷ്യോ എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഇഷ്ടം പോലെ അല്ലേ, ഇഷ്ടം പോലെ നമുക്ക് പറയാം, ഇഷ്ടം പോലെ എഴുതാം. കാരണം നമുക്ക് ആലോചിച്ച് നമ്മൾ ഓർമ്മയിൽ വരുന്നത് എഴുതിയാൽ തന്നെ മതിയില്ലേ. ഭൂമി കുലുങ്ങുമ്പോൾ ബിൽഡിംഗ്, കെട്ടിടങ്ങൾ പൊളിയും, കൃഷിഭൂമി നശിക്കും, ഭൂമിയുടെ സ്ട്രക്ചർ മാറും, എന്ത് വേണമെങ്കിൽ എഴുതാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെണ്ണം പറയാൻ നോക്കിയേ. ഭയാനകമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, കെട്ടിടങ്ങളൊക്കെ തകരാറുണ്ട്, ഡാമേജ്, ഡിസ്ട്രോയ്, ബിൽഡിങ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, തകർന്നു പോകാറുണ്ട്, ബിഗ് ട്രഞ്ചസ് ഉണ്ടാവാറുണ്ട്, കൊളാപ്സസ് ഉണ്ടാവാറുണ്ട്, ഫയർ ബ്രേക്സ് ഉണ്ടാവാറുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ സൃഷ്ടിക്കപ്പെടാറുണ്ട്. നമുക്ക് ഇനിയും പറയാം അല്ലേ. ഇവർക്ക് പറയാം പല ദോഷകരമായ കാര്യങ്ങൾ. എന്താണ്? നിലം കുരുങ്ങ, ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ക്കായി പോകാറുണ്ട്. അതേപോലെ നിലം ഉറച്ചു പോകാറുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്, മഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്, സോയിൽ ഫ്ലക്ച്വേഷൻ, അതായത് മണ്ണിന്റെ ദ്രവീകരണം ഉണ്ടാകാറുണ്ട്. അതേപോലെ നിലം ചെരിഞ്ഞു പോകാറുണ്ട്, മഞ്ഞുമലയിടിച്ച് നമ്മൾ അവലാഞ്ചസ് എന്ന് പറയുന്ന മഞ്ഞുമലകൾ ഇടിഞ്ഞു തകരുന്ന പ്രക്രിയ അത് നടക്കാറുണ്ട്. അണക്കെട്ടുകൾ പൊട്ടിയിട്ട് ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. അണക്കെട്ടുകൾക്ക് സംഭരിച്ച ജലം എന്തായി, അണക്കെട്ടുകൾ പൊട്ടി തകരുമ്പോൾ ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. അതേപോലെ കെട്ടിടങ്ങളും മറ്റു നിർമ്മിതികളുടെയൊക്കെ സ്ട്രക്ചറുകൾ തകർന്നു പോകാറുണ്ട്. വസ്തുക്കൾ താഴെ വീഴുക, സുനാമി പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുക അല്ലെ. വലിയ തീവ്രമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സുനാമി ഉണ്ടാകാറുണ്ട് അല്ലെ. സുനാമി പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. യെസ്, ഇനി എന്താണ് ചോദ്യം? ഭൂമിയുടെ ഉള്ളറയിലെ 3 പാളികളെ കുറിച്ച് വരിക. ഭൂമിയുടെ ഉള്ളറ ഇമ്പോർട്ടന്റ് VIP ക്വസ്റ്റ്യൻ, VIP വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓർത്ത് വെച്ചോണേ. എന്താണുള്ളത്?
നോക്കാം. ഭൂമിയുടെ ഉള്ളറയെ നമുക്ക് 3 ഭാഗമായിട്ട് തരംതിരിക്കാം അല്ലെ, 3 ഭാഗമായിട്ട് തരംതിരിക്കാം. ഇതെന്താ സാറേ ഐസ്ക്രീമോ എന്ന് ചോദിക്കേണ്ട, ഇങ്ങനെ ഒരു ചിത്രം എന്ത് ചെയ്യുക, പരീക്ഷാ പേപ്പറിൽ വരച്ചു വെച്ചോളുക. ഇതിനുള്ളിൽ എന്ത് ചെയ്യുക, 3 ഭാഗമായിട്ട് തിരിക്കുക, 3 ഭാഗമായിട്ട് തിരിക്കുക. മേലത്തെ ഭാഗം ഏതാണ്, നമുക്ക് ക്രസ്റ്റ് എന്ന് പറയാം. ക്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാം. രണ്ടാമത്തെ ഭാഗത്തിന് നമുക്ക് മാൻഡിൽ എന്ന് വിളിക്കാം, മാൻഡിൽ എന്ന് വിളിക്കാം രണ്ടാമത്തെ ഭാഗത്തിനെ. മൂന്നാമത്തെ ഭാഗത്തിനെ കോർ എന്നും വിളിക്കാം, കോർ എന്നും നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഭാഗത്തിനെ വിളിക്കാം. എങ്കിൽ ഈ 3 ഭാഗങ്ങളെയും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിനെ സിയാൽ എന്നും അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിനെ സിമ എന്നും നമുക്ക് 2ആയിട്ട് അതിനെ തരംതിരിക്കാൻ പറ്റും അല്ലെ, 2ആയിട്ട് തന്നെ തരംതിരിക്കാൻ പറ്റും. ദെൻ മാൻഡിൽ നമുക്ക് അപ്പർ മാൻഡിൽ എന്നും അപ്പർ മാൻഡിൽ എന്നും അപ്പർ മാൻഡിൽ എന്നും താഴെയുള്ള മാൻഡിലിനെ ലോവർ മാൻഡിൽ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. 2 രൂപത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ദെൻ കോറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നർ കോർ എന്നും ഇന്നർ കോർ എന്നും ഇന്നർ കോർ എന്നും പുറത്തുള്ളതിനെ ഔട്ടർ കോർ എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് തരംതിരിച്ചിടാൻ പറ്റും. ഇതാണ് ഭൂമിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ഈ ഒരു ചിത്രം അങ്ങ് വരച്ചു വെക്കുക. പരീക്ഷാ പേപ്പറിനകത്ത് ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചിത്രം മനോഹരമായിട്ട്, ഞാൻ വരച്ചു നോക്കണ്ട, എൻ്റെ ചിത്രകല വളരെ പ്രശസ്തമായതുകൊണ്ടും പിക്കാസോയേക്കാൾ മുൻപിൽ നിൽക്കുന്നതായതുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊന്ന് മനോഹരമായിട്ട് അടിപൊളിയായിട്ട് വരച്ചേക്കുക. വരച്ച മക്കളെ 1 മാർക്ക് ഇത് നിങ്ങൾക്ക് തന്നിരിക്കും. മാഷ് കാരുണ്യവാനായ മാഷായിരിക്കും. മാഷ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് തന്നിരിക്കും ചിത്രത്തിന്. ബാക്കി എഴുത്തിന് കൂട്ടുള്ളൂ. എന്തൊക്കെ എഴുതാം നമുക്ക്, ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ പോയിന്റുകൾ നമുക്ക് എഴുതാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരാവസ്ഥയിലുള്ള ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഭാഗമാണിത്. ഇതിന്റെ തിക്നെസ്സിൽ വ്യത്യാസമുണ്ട്. 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് കരഭാഗത്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ആ ഒരു തിക്നെസ് എന്നുണ്ടെങ്കിൽ, സമുദ്രത്തിലെ ഭാഗത്തുള്ള ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്, 5 to 10 കിലോമീറ്റർ ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തിക്നെസ് കുറയുകയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നോക്കിക്കേ, അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, സിയാലും സിമയുമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക, സി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സിലിക്കയും, അൽ എന്നതിന്റെ അർത്ഥം അലുമിനിയവുമാണ്. അലുമിനിയവുമാണ്. അതേപോലെ സിമയാണെങ്കിൽ മക്കളെ, സിമയാണെങ്കിൽ അത് സി എന്താണ്, സിലിക്ക തന്നെയാണ്. മ എന്താണ്, മഗ്നീഷ്യമാണ്. മാഗ്നീഷ്യം. ഇത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അടിസ്ഥാനത്തിൽ എന്താണ്, നമ്മൾ അതിനെ തരംതിരിച്ചതാണ്. അപ്പൊ ഇതും ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ എന്താണ്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുമുണ്ട്. ദെൻ മാൻഡിൽ, രണ്ടാമത്തെ പാളിയാണെന്ന് മാൻഡിൽ എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ താഴത്ത് കാണപ്പെടുന്നതാണ്. 2900 കിലോമീറ്റർ വ്യാപ്തിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞ മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിന്റെ പ്രത്യേകത എന്താ, മാൻഡിലിന്റെ താഴ്ഭാഗത്ത്, മാൻഡിലിന്റെ ഉപരി മാൻഡിലും താഴ് മാൻഡിലും നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലെ, മേലെ അപ്പറും താഴെ. ഈ താഴ് മാൻഡിലിന്റെ താഴേക്ക് പോകുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തെനോസ്ഫിയർ. എന്താ വിളിക്കുക, അസ്തെനോസ്ഫിയർ എന്ന പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത്. നോക്കിക്കേ, 83% വോളിയം ഓഫ് ദ എർത്ത് ഇൻ ദ മാൻഡിൽ. അത് മാൻഡിൽ എന്ന ഭാഗമാണ്. ഭൂമിയുടെ 83% ഭാഗവും ഏതാണ്, മാൻഡിൽ. അപ്പൊ അത്രയും വലിയൊരു ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്ന ഈ ഭാഗം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എസ് വേവ്സിനൊക്കെ ചലിക്കാനുള്ള കഴിവുള്ള ഒരു ഭാഗമാണ് മാൻഡിൽ. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഇത് ഖരാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഭാഗമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് ഒന്നും താഴേക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക, നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇത് നമ്മൾ എന്ത് വിചാരിക്കുന്നു, ഇത് ഖരാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന് ബാക്കിയുണ്ടല്ലേ, അത് കോർ എന്ന് പറയുന്ന ഭാഗം. നമുക്ക് കൂടുതലൊന്നും അറിയാത്ത ഊഹാപോഹങ്ങളെ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഭാഗമാണ് കോർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയുള്ളത്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏതാണ്ട് 2900 കിലോമീറ്റർ താഴെ മുതലാണ് ഈ ഒരു കാമ്പ് എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുന്നത്. ഇതിന്റെ കോറിന്റെ ഭാഗത്തിലെ ഏറ്റവും ഇന്നർ കോർ എന്ന് പറയുന്ന ഭാഗം സോളിഡ് സ്റ്റേറ്റിലും അതിന്റെ ഔട്ടർ കോർ എന്ന് പറയുന്ന ഭാഗം ലിക്വിഡ് സ്റ്റേറ്റിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റ് ഖരാവസ്ഥയിലും ഔട്ടർ കോർ നമുക്ക് ദ്രാവകാവസ്ഥയിലുമാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ലിക്വിഡ് സ്റ്റേജിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഓക്കെ, തന്നെയാണ് ഇരുമ്പും നിക്കലും. ഇരുമ്പും നിക്കലുമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുമ്പും നിക്കലും അറിയുന്നതുകൊണ്ട് തന്നെ ഇരുമ്പിനെ നമ്മൾ ഫെറം അല്ലെങ്കിൽ ഇവിടെ പോയി ഫെറം അല്ലെങ്കിൽ Fe എന്നൊക്കെയല്ലേ പറയാ, ഫെറം എന്നൊക്കെയല്ല, നിക്കൽ നമ്മൾ Ni എന്നൊക്കെയല്ലേ പറയാ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ ഭാഗത്തിന് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്,
നിഫെ. എന്താ വിളിക്കുന്നത്? നിഫെ എന്ന പേരിൽ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ അങ്ങ് എഴുതി വെക്കുക, നിഫെ, നിഫെ എന്നങ്ങ് എഴുതി വെക്കുക. നിഫെ കേട്ടോ. നിഫെ എന്ന പേരിലും അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്. നിഫെ എന്ന പേരിലും അറിയപ്പെടുന്ന ഭാഗമാണ് ദ കോർ എന്ന് പറയുന്ന ഉള്ളിലുള്ള ഭാഗം കേട്ടോ. ഓക്കെ, എന്താണ് അടുത്തത് എന്താണ് നോക്കിക്കേ. സൂപ്പർ 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 സൂപ്പർ. ചാപ്റ്റർ ഏതാ മനസ്സിലായല്ലോ അല്ലെ? യെസ്. ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിലെ ഓരോ കോളങ്ങളിലും ഓരോ ഭൂപടം എന്ന ക്രമത്തിൽ പൂർത്തിയാക്കുക. അത് പൂർത്തിയാക്കണം പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഓരോ ഭൂരൂപം എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. റിവേഴ്സിന്റെ ഇറോഷണലും ഡെപ്പോസിഷനും ഫീച്ചേഴ്സിന്റെ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 9 എണ്ണം എഴുതൂലടാ. റിവേഴ്സ് ഇറോഷണൽ ഫീച്ചേഴ്സ്, റിവേഴ്സിന്റെ ഇറോഷണൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എന്ത് ചെയ്താം? വി ഷേപ്ഡ് വാലീസ് എന്ന് എഴുതാം. ഡെപ്പോസിഷൻ നോക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? നമുക്ക് പിന്നെ ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ എന്ന് എഴുതാം. ഡെപ്പോസിഷൻ ആയാലും ആൻസർ ആയില്ലേ? എന്താണ് ഗ്ലേഷ്യറിന്റെ ഇറോഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? നമുക്കൊരു ഇറോഷണൽ പോസ്റ്റ് സിർക്ക് എന്ന് എഴുതാം. സിർക്ക് എന്ന് എഴുതി കൂടെ? നമ്മൾ മറ്റേ ചാരുകസേര അല്ലെ, ഒരു മലങ്ങി വന്നിട്ട് ചാരുകസേരയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എന്താ? സിർക്ക് എന്നുള്ളത് അല്ലെ. സിർക്ക് എന്ന് പറയുന്ന ഭാഗം, ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് സിർക്ക്. അപ്പൊ സിർക്ക് എന്നുള്ള ഭാഗം നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാണെങ്കിൽ ഡെപ്പോസിഷൻ ഇതാണെന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എസ്കർ എഴുതാം അല്ലെ. എസ്കേഴ്സ് വരമ്പ് പോലുള്ള ഭാഗം, ഇങ്ങനെ സെഡിമെന്റ്സ് അടിഞ്ഞു കൂടി ഉണ്ടാവുന്ന വരമ്പ് പോലുള്ള ഭാഗം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? എസ്കർ. നമുക്ക് എസ്കർ എന്ന് എഴുതാം. സീ വേവ്സ് ഉണ്ടാക്കുന്ന ഇറോഷണൽ ഡെപ്പോസിറ്റ്, ഇറോഷണൽ ഫോം ഏതാണ്? ക്ലിഫ് എഴുതി കൂടെ? പൊളി ക്ലിഫ്. ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ താഴ്ന്ന് കിടക്കും. ഇവിടെ ഇങ്ങനെ സീ വാട്ടർ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കാണും അല്ലേ? കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഡൈവ് ഒക്കെ ചെയ്യാം. ഇവിടെ കടലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ? ഇതിനെ പറയുന്ന പേരാണ് ക്ലിഫ്. എന്താണ്? ക്ലിഫ്. ശരി, ക്ലിഫ്. ഡെപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് നമുക്കറിയാവുന്ന ഏറ്റവും അറിയാവുന്ന ഫീച്ചർ എഴുതാം. ഏത്? ബീച്ച്. നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഫീച്ചർ ബീച്ച് എന്ന് എഴുതാം. യെസ്. വിൻഡ് ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോം എന്താ? നമുക്കറിയാം, പെട്ടെന്ന് പറയാൻ പറ്റൂ. മഷ്റൂം റോക്ക്. മറ്റേ സാധനടാ ഏത്? ഇങ്ങനെ തൊപ്പി പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന മഷ്റൂം റോക്ക് അല്ലെ. തൊപ്പി പോലെ മേലെ കൂട് പോലെ നിൽക്കുന്നു, ഒരു തൂണ് നിൽക്കുന്നു അല്ലെ. ഇതാണ് മഷ്റൂം റോക്ക്. ഇതിന്റെ എക്സാമ്പിൾ ആണ് മഷ്റൂം റോക്ക്. ഇതിന്റെ വിൻഡിന്റെ ഒരു ഇറോഷണൽ ഫീച്ചറിന്റെ എക്സാമ്പിൾ ആണ്. ഡെപ്പോസിഷൻ ആണെങ്കിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് ബർച്ചൻസ് പറയാൻ പറ്റൂലേ? ബർച്ചൻസ് അല്ലെ. ബർക്കൻസുകൾ നമുക്ക് പറയാൻ പറ്റും. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ, മണൽ ഭൂരൂപങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബർക്കൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ബർക്കൻസ്. ലാൻഡ് ഫ്രം ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് കുറെ എണ്ണ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിയേ, ഒറ്റ നോടൊന്ന് വായിച്ചു നോക്കിയാൽ ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻ, എസ്റ്ററീസ്, ലിവീസ്, അലുവിയൽ പ്ലാൻ, ബ്രൈഡ് സ്ട്രീം. എന്താ ബ്രൈഡ് സ്ട്രീം? മുടി ഇങ്ങനെ പിന്നിട്ട് പെൺകുട്ടികളൊക്കെ, സുന്ദരികളായ പെൺകുട്ടികൾ മുടി ഇങ്ങനെ പിന്നിട്ടാറില്ലേ? യെസ്, അങ്ങനെ പിന്നിട്ട പോലുള്ള നമ്മളെ നദിയുടെ രൂപത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ പിന്നി കിടക്കുന്ന ഒരു നദിയുടെ രൂപത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബ്രൈഡഡ് സ്ട്രീം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഈ പേരുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ ഗ്ലേഷ്യറിന്റെ ഇറോഷൻ ഡെപ്പോസിഷൻ ഫീച്ചറുകളാണ്. എന്താണ്? സാൻഡ് ഡ്യൂൺസിന്റെ ഇറോഷൻ ഡെപ്പോസിഷൻ ഫീച്ചറുകളാണ്. സാൻഡ് ഡ്യൂൺസിന്റെ ഇറോഷണൽ ഡെപ്പോസിറ്റ് ഫീച്ചറാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? ഒബ്സർവ് ദ അബോവ് ദ ഡയഗ്രാം ആൻഡ് നെയിം ദ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിന്റെ പേര് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. VIP ക്വസ്റ്റ്യൻ ആണ്. VIP അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് പഠിച്ചേ പറ്റൂ. ഒരു രക്ഷയില്ല, പഠിച്ചേ പറ്റും. മസ്റ്റ് ആണ്, നിർബന്ധമാണ്. പഠിക്കണേ. ചോദ്യം ഇതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ A കൊടുത്തിട്ടുണ്ട്, B കൊടുത്തിട്ടുണ്ട്, C കൊടുത്തിട്ടുണ്ട്, D കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉത്തരം? A എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. B എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. C മൂന്നാമത്തെ ലെയർ ഏതാണ്? മെസോസ്ഫിയർ ആണ്. D ഏതാണ് ലെയർ? D എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ്. ഇതാണ് 4 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ട്രോപ്പോപാസ് ഉണ്ട്, സ്ട്രാറ്റോപാസ് ഉണ്ട്, മെസോസ്പാസ് ഉണ്ട്, തെർമോപാസ് ഉണ്ട് അതിന്റെ ഇടയിൽ കേട്ടോ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന പിക്ചർ. നോക്കിക്കേ, അവിടെ ട്രോപ്പോസ്ഫിയർ അവിടെ കാണിച്ചിട്ടുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മെസോസ്ഫിയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, തെർമോസ്ഫിയർ മേലെയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് എന്തുള്ളത്? നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അത് പഠിച്ചു വെക്കണേ. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ITCZ എന്നാൽ എന്താ? ITCZ എന്നാൽ എന്താണ് എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ITCZ എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. അതിന്റെ ഫുൾ ഫോം ആണ് എന്താ? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ വെയർ
ട്രേഡ് വിൻഡ്സ് ഫ്രം ദ ബോത്ത് ഹെമിസ്ഫിയർസ്. രണ്ട് ഹെമിസ്ഫിയറിൽ നിന്നും എന്ത് ചെയ്യുന്നു? രണ്ട് ഹെമിസ്ഫിയറിൽ നിന്നും എന്താ നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഹെമിസ്ഫിയറിൽ നിന്നും ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട് അല്ലേ? ആ രണ്ട് 30യിൽ നിന്നും വിൻഡ് ചെരിഞ്ഞിങ്ങോട്ട് വീശുന്നുണ്ട്. അങ്ങനെ വീശുന്ന രണ്ട് വിൻഡുകളും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്നുള്ളത്. അപ്പൊ രണ്ട് ട്രേഡ് വിൻഡുകളും കൂടെ കൂടിച്ചേരുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ്, ആ സംഗമ കേന്ദ്രത്തിന് വിളിക്കുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ. അന്തരുഷ്ണ മേഖല, സംക്രമണ മേഖല എന്നൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിക്കാനാട്ടി നല്ലത് എന്തായിരിക്കും മക്കളെ? ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പഠിക്കല്ലേ? അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കിട്ടോ, അടിപൊളിയാക്കി പഠിച്ചു വെക്കിട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം, നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ്? കണ്ടാൽ തന്നെ അറിയാം ഇത് എന്താണ്. ഇവിടെ സീ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സീ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഇത് തിരിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറിപ്പ് എഴുതാൻ കഴിയൂല, ഉള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ഇത് തിരിയണം മസ്റ്റ് ആയിട്ട്. ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കുക ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്. നോക്കിക്കേ, കടലിൽ നിന്ന് കരയിലേക്കുള്ള ഒരു കാറ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? കടൽ കാറ്റാണ്, കടൽ കാറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് തിരിച്ചു വീശുന്ന ഒരു കാറ്റാണ് സംഭവിക്കുന്നത്. അതായത് കരക്കാറ്റുമാണ്, കരക്കാറ്റ്. ലാൻഡ് ബ്രീസും ഇതെന്താണ്? സീ ബ്രീസുമാണ്. ഇതിനെ പറ്റി കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ ആ കുറിപ്പ് സമയം നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ്? പകൽ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിക്കേ, അവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിയേ. പകൽ സമയത്ത് സൂര്യൻ, നല്ല ചുട്ടുപൊള്ളുന്ന സൂര്യൻ വരും. ആ സൂര്യന്റെ ചൂട് എവിടെ കിട്ടും? നന്നായിട്ട് വെള്ളത്തിലാണോ കരയിലാണോ കൂടുതൽ കിട്ടുക? കരയിൽ കൂടുതൽ ചൂട് കിട്ടും. അങ്ങനെ ചൂട് കിട്ടുന്ന സമയത്ത്, അങ്ങനെ ഹീറ്റ് നന്നായിട്ട് കിട്ടുന്ന സമയത്ത് ആ ഭാഗത്ത് മർദ്ദം കുറയുകയും ലോ പ്രഷർ രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ കടൽ ഭാഗത്ത് ഹൈ പ്രഷർ ആയിരിക്കും രൂപപ്പെട്ടിരിക്കുക. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും, കടലിൽ നിന്ന് കരയിലേക്ക് ഇതുപോലെ കാറ്റ് വീശും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? സീ ബ്രീസ് ഉണ്ടാകുന്നത്, കടൽ കാറ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഓർത്ത് വെക്കുക. നോക്കിയേ, 3 തരം മഴകൾ ഏതെല്ലാമാണ്? 3 തരം മഴകൾ, റെയിൻഫോള്, 3 ടൈപ്പ് റെയിൻഫോൾ ഏതൊക്കെയാണെന്നാണ് വിശദീകരിക്കാൻ ചോദിച്ചിരിക്കുന്നത്. VIP ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു മഴയെങ്കിലും നിങ്ങളോട് എഴുതാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, ഏതൊക്കെയാണ് 3 തരം മഴകൾ? കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ട്, ഓറോഗ്രാഫിക് റെയിൻഫാൾ ഉണ്ട്, സൈക്ലോണിക് റെയിൻഫാളും ഉണ്ട്. 3 തരം മഴകൾ ഇതൊക്കെയാണ്. കൺവെൻഷണൽ റെയിൻഫാളിന്റെ എക്സാമ്പിൾ എന്താണ്? എങ്ങനെയാണ് ഇത് വരയ്ക്കുക? മനസ്സിലാക്കി വെക്കുക. നോക്കിക്കേ, ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? നല്ല ചൂടുണ്ട് എന്ന് വിചാരിക്കുക, നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വാതകങ്ങൾ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുന്നുണ്ടാവും, മുകളിലേക്ക് ഇതുപോലെ ഉയർന്നു പോകുന്നുണ്ടാവും. ആ ഉയർന്നു പോകുന്ന വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കൂട്ടത്തിൽ അവിടെ നീരാവി കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് അത് അന്തരീക്ഷത്തിൽ മേഘങ്ങളായിട്ട് രൂപപ്പെട്ട് അവ എന്ത് ചെയ്യുന്നു? അവ താഴേക്ക് മഴയായിട്ട് പെയ്യുന്നതാണ് എന്താ? ഇത്തരത്തിലുള്ള സംവഹന മഴ എന്ന് പറയും, സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. അടുത്തത് ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. എന്താ സംഭവിക്കുന്നത്? കാറ്റ് നീരാവിയെയും കൊണ്ടുവരും. അങ്ങനെ നീരാവിയെ കൊണ്ടുവരുന്ന കാറ്റ് മലയുടെ ഒരു ചെരുവിൽ വെച്ചിട്ട് മുകളിലേക്ക് പൊങ്ങി അവിടെ മേഘമായിട്ട് രൂപപ്പെട്ട് ആ മേഘം താഴേക്ക് മഴയായിട്ട് പെയ്യും. ഏത്? കാറ്റ് വന്ന ആ സൈഡിൽ, ലീവാർഡ് സൈഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക. കാറ്റ് വന്ന ആ സൈഡിനെ പറയുന്ന പേരാണ് ലീവാർഡ് സൈഡ്. ആ സൈഡിൽ മഴയായിട്ട് പെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ആ കാറ്റ് വന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തുള്ളി മഴ പോലും കിട്ടൂല, വളരെ കുറച്ച് മഴയൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തീരെ മഴ കിട്ടൂല. ഈ പ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മഴ നിഴൽ പ്രദേശം എന്ന് നമ്മൾ അതിന് വിളിക്കും. അതായത് റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കും. റെയിൻ ഷാഡോ റീജിയൻ എന്ന് നമ്മൾ വിളിക്കും. റെയിൻ ഷാഡോ റീജിയൻ എന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിനെ വിളിക്കട്ടോ. ഈ ഒരു ഭാഗത്തിനെ വിളിക്കും. മഴ കിട്ടാത്ത ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കിക്കേ. ദ ക്യാപിറ്റൽ ലാൻഡ് ഇൻ ലക്ഷദ്വീപ്. ക്യാപിറ്റൽ ലാൻഡ്, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ഇതിൽ കൊടുത്തതിൽ ഏതാണ്? മിനിക്കോയ് ഉണ്ട്, കവരത്തി ഉണ്ട്, കൽപ്പേനി ഉണ്ട്, അഗത്തി ഉണ്ട്. ഏതാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടയും തമ്മിൽ താരതമ്യം ചെയ്യുക. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം മാപ്പ് അടയാളപ്പെടുത്താൻ പഠിച്ചോളൂ. ആദ്യം തന്നെ നോക്കിക്കേ, പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ചേർന്ന് നമ്മുടെ ഇന്ത്യയുടെയും മൂലയുടെ ഈ ഭാഗത്ത് ചേർന്ന് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ പൂർവ്വഘട്ടം കുറച്ചും കൂടെ വിട്ടിട്ട് ഈ ഭാഗത്ത് വരുന്ന ഈ മലനിരകളെ വിളിക്കുന്ന പേരാണ് നമ്മളെ കിഴക്ക് ഭാഗത്ത് അഥവാ ഈസ്റ്റ് സൈഡിൽ വരുന്ന ഈ മലനിരകളെ വിളിക്കുന്ന പേരാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നുണ്ട്. പൂർവ്വഘട്ടം. ഇത് പശ്ചിമഘട്ടം, അത് പൂർവ്വഘട്ടം. ഇതിന്റെ പ്രത്യേകതകൾ
കുറച്ചുണ്ട് പഠിച്ചു വെക്കട്ടോ, പഠിച്ചു വെക്കുക. എന്താണ് കർണാടകത്തിൽ തമിഴ്നാട്ടിലും ഇതിനെ വിളിക്കുന്നത് എന്താണ്? പിന്നെ നമ്മൾ സഹ്യാദ്രി എന്ന് വിളിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇതിനെ നീൽഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഏതിനെ പശ്ചിമഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്. കേരളത്തിൽ നമ്മളിതിന് ഒരു പോയിന്റ് കൂടുതൽ ഒന്ന് വേണം പഠിച്ചു വെക്കേണ്ട പോയിന്റ്. ഇവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് കേട്ടോ. ആനമുടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. ഓക്കെ, ആനമുടിയാണ് ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൊടുമുടി എന്ന് പറയുന്നത് നോക്കിക്കേ, രണ്ടാമത്തെ കൊടുമുടി എന്ന് പറയുന്നത് നോക്കിയേ, ദൊഡാബെട്ട എന്ന് പറയുന്ന രണ്ടാമത്തെ കൊടുമുടി 2637 മീറ്റർ. അത് 2600 മക്കൾ, 2600 2637 മീറ്റർ ഉയരത്തിലുള്ള രണ്ടാം സ്ഥാനത്തുള്ള കൊടുമുടി ദൊഡാബെട്ട എന്ന് പറയുന്ന കൊടുമുടിയാണ്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട കൊടുമുടി. ഇവിടെ ഒരുപാട് നദികളെല്ലാം ഈ ഭാഗത്ത് ഉത്ഭവിക്കുന്നു, ഒഴുകുന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ. ദെൻ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇത്. നോക്കിക്കേ, അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപസമൂഹങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഇന്ത്യക്ക് 2 ദ്വീപസമൂഹങ്ങളുണ്ട് അല്ലേ, 2 കടലുകളാണുള്ളത്. ഒന്ന് അറേബ്യൻ സീ ആണെന്ന് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് ദ്വീപസമൂഹങ്ങളുണ്ട്. ഏതൊക്കെയാണ് ദ്വീപസമൂഹങ്ങൾ? ലക്ഷദ്വീപാണ് നമ്മുടെ അറബിക്കടലിലെ ദ്വീപസമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ആയിട്ട് നമുക്ക് കുറച്ച് ദ്വീപസമൂഹങ്ങളുണ്ട്. ആ ദ്വീപസമൂഹം അതായത് ബേ ഓഫ് ബംഗാളിൽ നമുക്ക് കുറച്ച് ദ്വീപസമൂഹങ്ങളുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നിക്കോബാർ ദ്വീപുകൾ. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും നമ്മളെ ലക്ഷദ്വീപിനെയും കുറിച്ച് വിശദീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അതിലേക്ക് ഒന്ന് കടക്കാം. 2 പ്രധാന ദ്വീപസമൂഹങ്ങളാണ്. ഒന്ന് ബംഗാൾ ഉൾക്കടലിലും മറ്റൊന്ന് അറേബ്യൻ സീയിലും കാണുന്നു. പിന്നെ വടക്ക് ആൻഡമാനുള്ള ദ്വീപുകളുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ദ നോർത്ത് ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൗത്ത് നിക്കോബാർ ഐലൻഡ്സ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. 2 ഭാഗമായിട്ട് നമ്മൾ അതിനെ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങളെ തമ്മിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു സൗത്ത് നിക്കോബാറും നോർത്ത് ആൻഡമാനും സൗത്ത് നിക്കോബാറും തമ്മിൽ ഈ ഒരു ഗ്യാപ്പില് നമ്മൾ വിളിക്കുന്ന പേരാണ് 10 ഡിഗ്രി ചാനൽ. എന്താ വിളിക്കുന്നത്? 10 ഡിഗ്രി ചാനൽ. ഈ 2 ഭാഗത്തെയും വേർതിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ 10 ഡിഗ്രി ചാനൽ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. 10 ഡിഗ്രി ചാനൽ എന്ന് വിളിക്കുന്നുണ്ട്. എഡിപോർട്ട് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്താണ് 10 ഡിഗ്രി ചാനൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കാം. ഓക്കെ, ഇതിനടുത്ത ഒരു ബാരൻ ഐലൻഡ്, ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ബാരൻ ഐലൻഡ് എന്താണ്? ഇന്ത്യയിലെ ഏക വൺ ആൻഡ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ആണ് എന്ന് പറയുന്നത്. ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ആണ് ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത് കേട്ടോ. സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലെ പർവ്വതങ്ങളുടെ കൊടുമുടികൾ, ഒരുപാട് ഉയരമുള്ള കൊടുമുടികളൊക്കെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ലക്ഷദ്വീപിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലക്ഷദ്വീപിൽ 11 ദ്വീപുകളാണ് ലക്ഷദ്വീപുകളുള്ളത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കവരത്തിയാണ് അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. യെസ്. പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യയിലെ ഏതെങ്കിലും 3 പ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം. 3 നമുക്ക് ഒരുപാട് പ്രകൃതി വിഭാഗങ്ങളില്ലേ അല്ലേ? പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട്, നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഡെസേർട്ട് റീജിയൻ ഉണ്ട്, നമ്മുടെ കോസ്റ്റൽ ലാൻഡ്സ് ഉണ്ട്, നമ്മുടെ ഐലൻഡ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഉപദ്വീപീയ പീഠഭൂമിയിലെ നദീതടങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമ്മൾ പറയുന്നത്. 600 മുതൽ 900 വരെ മീറ്റർ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഡൽഹി തിട്ട അതിൻ്റെ ഒരു ബോർഡർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാനും പറ്റും. ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ ടോർസ് കാണപ്പെടുന്നുണ്ട്, ബ്ലോക്ക് മൗണ്ടെയിൻസ് കാണപ്പെടുന്നുണ്ട്, റിഫ്റ്റ് വാലീസ് ഉണ്ട്, റോക്കി സ്ട്രക്ചർ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് വാൾ ലൈക്ക് ഡൈക്സ് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. മതിൽ പോലെ കെട്ടി വെച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോർസ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭാഗങ്ങളെയാണ്. പാറകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മതിൽ പോലെ പാറ കിടക്കുന്ന ഉരുളൻ പാറക്കല്ലുകൾ നിറഞ്ഞ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർസ് എന്ന് പറയുന്നത്. ടോർസ് എന്ന് പറയുന്നത് പാറകളോട് കൂടിയ വാളിലേക്ക് ഡൈക്സ് നാച്ചുറൽ റോക്കി വാൾസ് കണ്ടോ, കൊടുമുടിയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോർസ് എന്ന് പറയുന്നത് കേട്ടോ. ടോർസ് എന്ന് നമ്മൾ അതിനെ പറയും കേട്ടോ. ഓക്കെ, then ഉപദ്വീപീയ പീഠഭൂമി താഴെ പറയുന്ന 3 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 രൂപത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ, ദ സെൻട്രൽ ഹൈലാൻഡ്സ്, ദ നോർത്തേൺ പ്ലാറ്റ്യൂ, ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ. ഓക്കെ, then മരുഭൂമിയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. നോക്കുമ്പോഴല്ല ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പൊ സെറ്റാക്കുക, പവറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചോളാം. സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
അടിപൊളിയായിട്ട് പരീക്ഷയെ നേരിടാം, കോൺഫിഡൻ്റ് ആയി നേരിടാം. ഈ പറഞ്ഞ ഭാഗങ്ങളുടെ ഫർദർ റീഡിങ്ങിലേക്ക് കൊണ്ടുപോവുക. ഇതിൽ നിന്നുള്ള പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നുള്ള ഫർദർ റീഡിങ്ങിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും തീർച്ചയാണ്. ഡോണ്ട് വെറി അബൌട്ട് ദ എക്സാം. പ്രിപ്പയർ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സെറ്റല്ലേ? ഓക്കെ.